സ്നേഹം ചൊരിഞ്ഞിടാ മധുര മനോഹരമാ വചനം പകർന്നിടാ ആഗതനാകുന്നു ആശ്വാസമേകുന്നവൻ ആത്മാർപ്പണം ചെയ്തവൻ കരകവിഞ്ഞൊഴുകിയിടും സ്നേഹം ചൊരിഞ്ഞിടാ മധുര മനോഹരമാ വചനം പകർന്നിടാ ആഗതനാകുന്നു ആശ്വാസമേകുന്നവൻ ആത്മാർപ്പണം ചെയ്തവൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ആണ്ടുവട്ടത്തിലെ 11ാമത്തെ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലവനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ ബലി ഏറ്റവും വിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ടതിന് പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
സർവൈക ശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. തൃത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ലാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും. അതിൻ്റെ ഇളം ചില്ലകളിൽ ഏറ്റവും മുകളിലുള്ളതെടുത്ത് ഉന്നതമായ പർവ്വതശൃംഗത്തിൽ നട്ടുപിടിപ്പിക്കും. ഇസ്രായേലിലെ പർവ്വതശൃംഗത്തിൽ തന്നെ ഞാൻ അത് നടും. അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുവായി തീരുകയും ചെയ്യും. എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും. അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പറവകൾ കൂടുകെട്ടും. കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. കർത്താവെ, അങ്ങയുടെ നാമത്തിന് കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രീനാദത്തോടു കൂടെയും
കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിന് കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില. അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല. കർത്താവെ, അങ്ങയുടെ നാമത്തിന് കർത്താവെ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നത് സ്തുതികൾ ആലപിക്കുന്നത് എത്ര ശ്രേഷ്ഠം. എത്ര ശ്രേഷ്ഠം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിത്ത് ദൈവവചനമാകുന്നു. ക്രിസ്തു വിതക്കാരനും ആ വിത്തിനെ കണ്ടെത്തുന്നവൻ നിത്യം ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളോട് അരുൾ ചെയ്തു: ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങുകയും ഉണർന്ന് കഴിയുകയും ചെയ്യുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരുവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു: ദൈവരാജ്യം എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശുദ്ധീകരിക്കും? അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളേക്കാൾ ചെറുതാണ്. എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൽ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ച് കൊടുത്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിലെ അവസാന ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ഉപമകൾ വഴി
വിശുദ്ധീകരിച്ചു കൊടുത്തു. ഇനി ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും സംസാരിച്ചില്ല. എന്നാൽ അവൻ അവൻ്റെ ശിഷ്യന്മാർക്ക് രഹസ്യത്തിൽ എല്ലാം വിശുദ്ധീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് 2 ഉപമകളിലൂടെ വിശുദ്ധീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഇതിൽ ആദ്യം നമ്മൾ കണ്ടത് വിത്ത് വിതയ്ക്കപ്പെട്ടു. അതിനുശേഷം ആ മണ്ണിൽ വീണ് കിടക്കുന്ന വിത്ത് എപ്രകാരമാണ് വളരുന്നതെന്ന് വിതച്ചയാൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. എന്നാൽ അത് സമയാനുസ്മൃതമായിട്ട് അത് വളരുകയും ഫലമണിയുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ആ ഫലം വന്നതിന് ശേഷം മാത്രമാണ് വീണ്ടും വിതച്ചവൻ പോയി ആ ഫലം എടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇവിടെ അതുവരെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ആ വിത്ത് വിതച്ചവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സ്വർഗരാജ്യത്തെ ഇതേപോലെ തന്നെ വിതയ്ക്കപ്പെട്ട വചനമായിട്ട് യേശുനാഥൻ ഉപമിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എപ്രകാരമാണ് ഈ വചനം അല്ലെങ്കിൽ വിത്താകുന്ന വചനം കൂടുതൽ ഫലദായകമാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്ന്. ഇവിടെ വിത്തിൻ്റെ വളർച്ചയെ, രഹസ്യാത്മകതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിതയ്ക്കപ്പെട്ട വചനത്തിൽ അത് വീണ് കിടക്കുന്ന ആ മണ്ണിടത്തെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ ആ വിത്ത് എവിടെയാണോ വിതയ്ക്കപ്പെട്ടത്, വീണ് കിടക്കുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും അത് എപ്രകാരം ഫലം കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ വിത്തിൻ്റെ അല്ല, മറിച്ചോ ആ വിത്ത് വീണ വിളഭൂമിയാണ് അതിന് കാരണമായി മാറുന്നത്. വീണ്ടും യേശുനാഥൻ അതേ ഉപമയിൽ ഇപ്രകാരം സൂചിപ്പിക്കുകയാണ്, അതായത് നല്ല മണ്ണിൽ വീഴുന്ന വിത്ത് നന്നായി ഫലം പുറപ്പെടുവിക്കും എന്ന്. വചനം വിത്താണെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ആ സാന്നിധ്യം ഈ വിത്തിലൂടെയാണ് നീ അറിയുന്നതെങ്കിൽ ആ വിത്തിന് ആ വീഴുന്ന സ്ഥലം അല്ലെങ്കിൽ ആ വിത്ത് നടുന്ന സ്ഥലം, ആ വിളഭൂമി നന്നാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും യേശുനാഥൻ വീണ്ടും പറയുന്നത്, വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. കൃഷിഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. ഇനി ഈ ഹൃദയം ആ വിത്തിനെ എത്രമാത്രം വളരുവാനായിട്ട് അനുവദിക്കുന്നു എന്നുള്ളത് അത് നിൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും നീ ആ വിത്തിനെ, വിത്താകുന്ന വചനത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, നീ പൂർണ്ണ ശക്തിയോടും കൂടെ അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഫലം തരുന്നതാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നിനക്ക് ആ വിളഭൂമിയാകുന്ന നിൻ്റെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വിത്ത് എങ്ങനെയാണ് വളരേണ്ടത്, വിത്ത് എപ്പോഴാണ് ഫലം തരേണ്ടത് എന്നുള്ളത് അത് നിൻ്റെ കയ്യിലല്ല ഉള്ളത്, മറിച്ചോ അത് ആ വിത്തിൽ തന്നെയാണ് അതിൻ്റെ ഗുണമുള്ളത്. തീർച്ചയായിട്ടും വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ അഭിഷേകവും എപ്രകാരം വളരണം, നിന്നിൽ വളരണം എന്നുള്ളത് അത് നീയല്ല തീരുമാനിക്കുന്നത്, മറിച്ചോ ആ വിത്തിൻ്റെ ഗുണമാണ്. അതായത് ആ ദൈവശക്തിയാണ്, ദൈവിക കൃപയാണ്. ആ കൃപയെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നീ അല്ല തീരുമാനിക്കേണ്ടത്, മറിച്ചോ നീ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഫലം തരുന്ന ആയിട്ട് മാത്രം നിനക്ക് ഒരുക്കുവാനായിട്ടേ സാധിക്കുകയുള്ളൂ. ഇനി എത്ര ഫലം തരണം, അത് എപ്പോൾ തരണം എന്നുള്ളതെല്ലാം അത് നിന്നിലല്ല ആശ്രയിച്ചിരിക്കുന്നത്, മറിച്ചോ ആ വിത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമാണ്. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകിച്ച് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗരാജ്യമെന്ന് പറയുന്നത് അത് എപ്പോഴാണ് നിനക്ക് ഫലദായകമാക്കി മാറ്റേണ്ടത് എന്ന് തീരുമാനിക്കുന്നവൻ ദൈവമാണ്. എന്നാൽ അതിനെ നീ എപ്പോഴും ഫലം തരുവാനായിട്ട്
ഒരുക്കമുള്ള വിളഭൂമിയാക്കിയിട്ട് നീ നിന്നെ തന്നെ മാറ്റണം. അങ്ങനെ അത് വളരുന്നു, രഹസ്യാത്മകമായിട്ട് വളരുന്നു. ആ വളർച്ച എവിടെ എത്തിയെന്ന് പോലും നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അത് ആ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ പെട്ടെന്ന് ഫലം തരുന്നതാണെങ്കിൽ ആ ഫലം നിനക്ക് പെട്ടെന്ന് എടുക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിനക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ വലിയ വാഗ്ദാനമായിട്ടുള്ള സ്വർഗരാജ്യം എപ്പോഴാണ് നീ പ്രാപിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നീയല്ല, മറിച്ചു അത് ദൈവം തന്നെയാണ് എന്നോർത്ത് എനിക്കറിയാത്തതിൻ്റെ പേരിൽ ഉപേക്ഷ കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഉപേക്ഷ കാണിക്കുകയാണെങ്കിൽ നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാകുകയും ഇല്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. ഇനി അതിനോട് ഉപമിക്കുന്ന മറ്റൊരു ഉപമ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കടുക് മണിയുടെ ഉപമയാണ്. കടുകിൻ്റെ വിത്ത് അല്ലെങ്കിൽ കടുക് മണി എന്ന് പറയുന്നത് മറ്റുള്ള വിത്തുകളെക്കാളും ഏറ്റവും ചെറിയ വിത്താണ്. എന്നാൽ അത് വളരുന്നു, അത് വളർന്ന് വ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവവചനം എന്ന് പറയുന്നത് ഒരുപക്ഷെ നീ ചെറുതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഈ കടുകുമണിയെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ കടുകുമണിയുടെ മരത്തോട് സാദൃശ്യപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. മറിച്ചോ നീ ഈ കടുകിന് വില കൽപ്പിക്കുമ്പോൾ, ദൈവവചനങ്ങൾക്ക് നീ വില കൽപ്പിക്കുമ്പോൾ അത് വലിയ ഫലം തരുന്നതായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ വിലയിലായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം എപ്പോഴെവിടെ വെച്ച് എനിക്ക് ലഭിക്കും, എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് എനിക്കറിയുകയില്ല. എന്നാൽ അതിനുവേണ്ടി ദാഹിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുകയും വേണമെന്നുള്ള ആത്മീയതയിലൂടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ വേലയിൽ നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ
ധന്യ ശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ തിരുസഭയും സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ അജപാലന ദൗത്യം തുടരുന്ന ഇവരെ അവിടുത്തെ അഭിഷേകത്തിൻ്റെ അരുവിയാൽ നിറച്ച് സഭയെ വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും പാതയിൽ നയിക്കുന്ന നല്ല ഇടയന്മാരാക്കി തീർക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ നീ സ്വീകരിച്ചാലും. സ്നേഹസ്വരൂപനായ ഈശോയെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ വിത്തിൻ്റെയും കടുകുമണിയുടെയും ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ സവിശേഷത വിവരിക്കുന്ന യേശുനാഥൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അഹങ്കരിക്കാതെ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഒരുക്കി തരുന്നത് യേശുവാണെന്ന ബോധ്യത്തോടും, അതുപോലെ നിസ്സാരമായ ചെറിയൊരു കടുകുമണി വളർന്ന് വലുതായി
മറ്റുള്ളവർക്ക് തണലായി മാറുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ടും ദൈവം നൽകുന്ന കഴിവുകളിൽ അഹങ്കരിക്കാതെ എളിമയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ നീ സ്വീകരിച്ചാലും. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുൾ ചെയ്ത് കുരിശിൽ ഉയർത്തപ്പെട്ട് അങ്ങയുടെ മുറിവുകളാൽ അങ്ങ് ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തിയല്ലോ. ഈ നിമിഷം അങ്ങേ പക്കൽ പല വിധത്തിലുള്ള രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. അവരെ അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങളാൽ സ്പർശിച്ച് അവരുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ മുറിവുകളെയും വേദനകളെയും എടുത്തുമാറ്റി അങ്ങയുടെ നവചൈതന്യത്താൽ നിറയ്ക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ നീ സ്വീകരിച്ചാലും. സ്നേഹസ്വരൂപനായ ദൈവമേ, എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മതിന്മ തിരിച്ചറിയാനുള്ള വിവേകശക്തി നൽകി സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളരുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ നീ സ്വീകരിച്ചാലും. കാരുണ്യവാനായ ഈശോയെ, മരണം മൂലം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞുപോയ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകമായി ആരാലും ഓർമ്മിക്കപ്പെടാതെ പോകുന്ന ആത്മാക്കൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യതിരകത്താൽ അവരുടെ പാവങ്ങൾ ക്ഷമിച്ച് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അങ്ങയെ നിത്യം പാടി സ്തുതിക്കാനുള്ള കൃപാവരം അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ നീ സ്വീകരിച്ചാലും. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ ഏറ്റവും രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകീടാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നീടാ കാഴ്ചയേകീടാ പൂർണ്ണമായി നൽകാൻ കാഴ്ചയേകീടാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നീടാ കാഴ്ചയേകീടാ ഇന്നു പൂർണ്ണമായി നൽകാം.
കണങ്ങളാൽ കഴുകിടാ. പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമാ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കുദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടോ പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടോ പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്ന, ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന
എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം.
കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ തനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ തനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്നത് പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലം ഉളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിമലേ അംബികേ, നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ, നീ കൈക്കൊള്ളണമേ